ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ അണുബോംബ്. ഭായിമാരുടെ ഇടയിലെ പാകിസ്ഥാനികൾ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങൾ. ആ തീവ്രവാദി ആക്രമണങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു, ആരതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു, ആരൊക്കെയാണ് അതിനുവേണ്ടി ചരട് വലിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് 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 ചരിത്ര കഥകൾ പോലും പിന്നിലുണ്ട്. ഈ പിന്നാമ്പുറ കഥകൾ ഒരിക്കലും ആരും അറിയാറില്ല എന്നതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം ഈ ബംഗ്ലാദേശികളുടെ ഒരു വല്ലാത്ത നുഴഞ്ഞുകയറ്റം ഉണ്ടാകാറുണ്ട്. ബംഗ്ലാദേശികൾ ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഭായിമാരെന്ന് വിളിപ്പിക്കുന്ന പലരും പല ഇടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പുതിയ സർക്കാരിന്റെ കീഴിൽ ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള നീക്കം ഉണ്ടാകുന്നതിന്റെ സൂചനകൾ ഉണ്ട് എങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് പറയട്ടെ. ഇന്ത്യ വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഒരു കൂട്ടം ബംഗ്ലാദേശി ചെറുപ്പക്കാരെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുവാൻ പാകിസ്ഥാന്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടെത്തിയ 8 പേരെയാണ് 2 സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയത്. ലഷ്കർ-എ-തോയ്ബ, പാക് ചാര സംഘടനയായിട്ടുള്ള ISI, ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനകൾ എന്നിവയായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതുന്ന സംഘത്തിന്റെ ഭീകര പദ്ധതി ഡൽഹി പോലീസാണ് തകർത്തെറിഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വലിയ ഭീകരാക്രമണ പദ്ധതികളാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. തമിഴ്നാട് തിരുപ്പൂരിലെ വസ്ത്രശാലകൾ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോലി ചെയ്തിരുന്ന 8 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവിടെ മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാത്ത്, ഉമർ മുഹമ്മദ് ലിറ്റൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജ്ജൽ എന്നിവരെയാണ് തമിഴ്നാട്ടിൽ നിന്നും, മറ്റു 2 പേരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പിടികൂടിയത്. വ്യാജ ആധാർ കാർഡുകൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. സംഘത്തിലെ ചിലർ ബംഗ്ലാദേശ് പൗരന്മാരാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. പിടിയിലായ സംഘത്തിനെ നിയന്ത്രിച്ചിരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണെന്നും ഇതിന് പിന്നിൽ ഒരു കാശ്മീർ സ്വദേശിയാണെന്നും പോലീസ് പറയുകയാണ്. ലഷ്കർ-എ-തോയ്ബയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ആ ലഷ്കർ-എ-തോയ്ബയുമായിട്ട് സംഘം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു പിടിയിലായിട്ടുള്ള ഈ സംഘത്തിലെ വിദേശികൾ എന്ന് പറയപ്പെടുന്നത്. വ്യാജ ആധാർ കാർഡ്, ആ വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ സംഘത്തിൽ നിന്ന് പിടികൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണച്ചുള്ള ഓൺലൈൻ പോസ്റ്റുകളെ കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ സംഘം തിരുപ്പൂരിലെത്തിയിരിക്കുന്നു. ഈ 6 പേരും മേഖലയിലെ വസ്ത്രനിർമ്മാണ ഫാക്ടറികളിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നു. സംഘത്തിൽ നിന്ന് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. ഇവ ഡിജിറ്റൽ തെളിവുകളാണ്. വരും ദിവസങ്ങളിൽ കേസ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണവും പരിശോധനകളും നടക്കുകയും ചെയ്യും. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ അണുബോംബ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഭായിമാരാണ്. ഈ ഭായിമാരെന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദി ബന്ധമുള്ളവരാണ്. ലഷ്കർ-എ-തോയ്ബയുമായിട്ടും ISI-യുമായിട്ടും ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവർ. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് എതിരായിട്ട് ഈ ഭായിമാരെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശികളെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം. നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് സ്ഫോടനം അടക്കമുള്ളവയ്ക്ക് പിന്നിൽ ലഷ്കർ-എ-തോയ്ബയെ പോലുള്ളവർ, ISI പോലുള്ളവർ, മറ്റ് ഭീകര സംഘടനകളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് ഈ പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരുന്ന പാകിസ്ഥാന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവർ ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലുള്ള പണം കൊടുത്തു വാങ്ങുന്ന ഭായിമാരെയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ്. അപ്പൊ ഭായിമാരുടെ ഇടയിലെ പാകിസ്ഥാനികളാണ് ഇവന്മാരാണ് ഈ രാജ്യത്ത് കുഴിബോംബുകൾ, സ്ഫോടന പരമ്പരകൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക.